ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംദാൻ സീരീസിൻ്റെ 16ാമത്തെ എപ്പിസോഡായിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ്. സ്പെഷ്യൽ മുട്ടപ്പൊരി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മുട്ടൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ 4 മുട്ടയാണ് വേണ്ടത്, 4 വേവിച്ച മുട്ടയാണ് വേണ്ടത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു കളറ് കിട്ടും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പിടി കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഞാനിപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലൂസാവാണ്ട് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടയിലേക്ക് ഈ ഒരു മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പം വേവിച്ച മുട്ട ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ സൈഡിലൊക്കെ മുട്ട 4ആയിട്ട് വരഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മസാല ഫില്ല് ചെയ്യാൻ. സാധാരണ നമ്മൾ മുട്ട പൊരിച്ചത് കഴിക്കുമല്ലോ, പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ഐറ്റം നമ്മൾ ഈ ഒരു മസാലപ്പൊടികൾ മാത്രം ഉപയോഗിച്ച് മുട്ട പൊരിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഓരോ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് വേവിക്കാം. കാരണം മുട്ട ഓൾറെഡി വെന്തതാണ്. നമ്മുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു മൂത്ത് സ്മെല്ല് വരും. അതുപോലെ തന്നെ ഈ ഒരു പൊടികളുടെയൊക്കെ ഒന്നൊരു മൂത്ത് സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് കട്ടൻ ചായയാണ്. നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഈ ഒരു മുട്ട പൊരിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഞാനിപ്പോൾ ഇതേ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഒരു ഭാഗം നമുക്ക് എണ്ണയിലിട്ട് പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മസാല നന്നായിട്ട് മൂപ്പിക്കണം എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.